ഡോക്ടർ ശരണ്യ റജിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് തലയിൽ തേക്കാൻ പറ്റുന്ന എണ്ണകളെ കുറിച്ചാണ്. ഏതൊക്കെ തരം എണ്ണകളാണ് നമുക്ക് തലയിൽ തേക്കാൻ പറ്റുന്നത്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അപ്പം ഞാനൊരു 5 തരം എണ്ണകളെ കുറിച്ചാണ് പറയുന്നത്. ചെമ്പരത്യാദി, അതുപോലെ തന്നെ നീലഭൃങ്ങാദി, കുന്തളകാന്തി, ദുർദുരപത്രാദി ആൻഡ് മാലത്യാദി. ഇത്തരം ഹെയർ ഓയിലിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ കേട്ട് പരിചയമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് അറിവുള്ള ആളുകളുണ്ടാവും. അപ്പം അതൊക്കെ ഏത് കണ്ടീഷൻസിലാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ എഫക്റ്റാണ് ഇതിനുണ്ടാവുക എന്നൊക്കെ നോക്കാം. ആദ്യം ചെമ്പരത്യാദി ഹെയർ ഓയിൽ. ചെമ്പരത്യാദി ഹെയർ ഓയിൽ പൊതുവെ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഹെയർ ഓയിലാണ് ചെമ്പരത്യാദി. നമ്മുടെ തലയിൽ വരുന്ന ചെറിയ ചെറിയ കുരുക്കൾ, അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ വരുന്ന ചെറിയ കുരുക്കൾ, ഇത്തരം കണ്ടീഷൻസിൽ തലയോട്ടിയിലും അതേപോലെ തന്നെ ശരീരത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഹെയർ ഓയിലാണ് ചെമ്പരത്യാദി. അപ്പോൾ ശരീരത്തിൽ ഇത്തരം കുരുക്കളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് 5 മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റിന് ശേഷം ത്രിഫല, മഞ്ഞൾ, വേപ്പിൻ്റെ ഇല ഇത്രയും കാര്യങ്ങൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് ഇളം ചൂടോട് കൂടി കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കേരതൈലം, അതായത് ചെമ്പരത്യാദി കേരതൈലമാണ് ചെറിയ കുട്ടികളിൽ ഉപയോഗിക്കേണ്ടത്. ഇനിയാണ് രണ്ടാമത്തെ കുന്തളകാന്തി. കുന്തളകാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ എല്ലാതര പ്രശ്നങ്ങൾക്കും നല്ല ഉത്തമമായിട്ടുള്ളൊരു മെഡിസിനാണ് കുന്തളകാന്തി. തലയിൽ നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ള ആളുകൾക്ക്, അതുപോലെ മുടി വളരാത്ത ആളുകൾക്ക്, മുടി തിന്നായി പോകുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും ചില ആളുകളുണ്ട് അതായത് ജന്മനാ നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ എവിടെയെങ്കിലും പോയി വെള്ളം മാറി കുളിച്ചു അല്ലെങ്കിൽ ക്ലോറിൻ വാട്ടറിലൊക്കെ കുളിച്ചതിന് ശേഷം ഹെയർ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ട്. ഇത്തരം കണ്ടീഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഓയിലാണ് കുന്തളകാന്തി. നമ്മുടെ ഹെയർ നല്ല തിക്കാവുകയും ഹെയർ ഫോൾ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് കുന്തളകാന്തി. ഇനി നീലഭൃങ്ങാദി പൊതുവെ ചില ആളുകൾ പറയും, എൻ്റെ മുടി ഒരു പരിധി വിട്ട് അങ്ങോട്ട് നീളില്ല, ഒരു പരിധി വിട്ട് അവിടെ സ്റ്റോപ്പായി പോകും എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്ക്, അതായത് ഹെയറിന് നന്നായി നീളം വെക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് നീലഭൃങ്ങാദി ഉപയോഗിക്കാം. അതുപോലെ ചില ആളുകൾക്ക് പെട്ടെന്ന് നര വരും, അകാല നര വരുന്ന ആളുകൾക്കും നീലഭൃങ്ങാദി ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. ഈ ചില പേരൻസിനൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അകാലനര വരുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുടെ കുട്ടികൾക്കൊക്കെ ചിലപ്പം ഒരു ചാൻസ് ആണ് നമുക്ക് അകാലനര വരാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ, ചില ആളുകൾക്ക് സ്പ്ലിറ്റൻ ചെയ്ത് നമ്മുടെ ഹെയർ പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ട്. ഈ ചില ഹെയർ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഇങ്ങനെ പൊട്ടിപ്പോകും. ഇത്തരം കണ്ടീഷൻസിലും നീലഭൃങ്ങാദി വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. ഇനിയാണ് ദുർദുരപത്രാദി. കേൾക്കുമ്പം തന്നെ ഒരു രൂക്ഷത ഫീൽ ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണല്ലേ ദുർദുരപത്രാദി. അത് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ താരൻ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് ദുർദുരപത്രാദി. അത് പൊതുവേ എല്ലാ കാലവും, അതായത് കുറേ കാലം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിൽ അല്ല കേട്ടോ. താരൻ വരുന്ന സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ്. വളരെ രൂക്ഷത ഗുണമുള്ള ഒരു ഹെയർ ഓയിൽ കൂടിയാണ്. നമുക്കിത് വേണമെങ്കിൽ വേറെ ഓയിലും കൂടി മിക്സ് ചെയ്ത്, അതായത് നീലഭൃങ്ങാദിയും ദുർദുരപത്രാദിയും കൂടി മിക്സ് ചെയ്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന ഡാൻഡ്രഫ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ ദുർദുരപത്രാദി ഡബിൾ ബോയിൽ ചെയ്ത് ഇളം ചൂടോടുകൂടി സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 10 ഡേയ്സ് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്തതാണ് മാലത്യാദി ഹെയർ ഓയിൽ. മാലത്യാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ വരുന്ന വട്ടത്തിൽ ഹെയർ കൊഴിഞ്ഞു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അത്തരം കണ്ടീഷൻസിലാണ് നമുക്ക് മാലത്യാദി ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇനി എന്തെങ്കിലും, അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെയർ ഓയിൽ തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് വളരെ വിലപ്പെട്ടതാണ്. അപ്പം നിങ്ങളുടെ കമൻറ്റിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.